KSRTC ബസിന് മുന്നിലെ ചില്ലിന് സമീപം പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ സൂക്ഷിച്ച സംഭവത്തിൽ KSRTC ജീവനക്കാർക്കെതിരെ നടപടി. കോട്ടയം പൊൻകുന്നം യൂണിറ്റിലെ ഡ്രൈവർ സജീവ്, ജെയ്മോൻ ജോസഫ് എന്നിവരെ സ്ഥലം മാറ്റി. കൊല്ലം ആയൂരിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വാഹനം തടഞ്ഞ് ശകാരിച്ചിരുന്നു. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. റിനു, നേരത്തെ മന്ത്രി തന്നെ ഇതിൽ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോഴാ നടപടി വരുന്നു. വിവരങ്ങൾ എന്താണ് റിനു? റിജിത്ത്, തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് പോയ സൂപ്പർ ഫാസ്റ്റ് ബസ് ആയൂരിൽ വെച്ച് മന്ത്രി തടഞ്ഞു നിർത്തുന്നു. KB ഗണേഷ് കുമാർ ഡ്രൈവറെ അടക്കം പുറത്തിറക്കി വലിയ രീതിയിൽ ശകാരിക്കുകയും ചെയ്തു. ഈ ഡ്രൈവർക്ക് മുൻവശത്തുള്ള ചില്ലിനോട് ചേർന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇതിൽ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തു. മന്ത്രി ഇത്തരത്തിലൊരു ഷോ കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് യൂണിയൻ നേതാക്കൾ അടക്കം പരോക്ഷമായും പ്രത്യക്ഷമായും പ്രതികരിച്ചത്. എന്തായാലും അന്ന് തന്നെ മന്ത്രി പറഞ്ഞിരുന്നു ശക്തമായിട്ടുള്ള നടപടിയെടുക്കുമെന്ന്. ഇപ്പോൾ ഇതുമായി പ്പെട്ടുകൊണ്ട് രണ്ടുപേർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. രണ്ടും ഡ്രൈവർമാരാണ്. അതായത് പൊൻകുന്നം യൂണിറ്റിലെ ഡ്രൈവർമാരായിട്ടുള്ള ജെയ്മോൻ ജോസഫ്, അതുപോലെ തന്നെ സജീവ് എന്നിവരെയാണ് സ്ഥലം മാറ്റിയത്. ഇതിൽ ജെയ്മോൻ ജോസഫാണ് അന്നേ ദിവസം ഈ വാഹനം ഓടിച്ചിരുന്നത്. ഈ ഡ്രൈവറായിട്ടുള്ള സജീവ് ഇപ്പോൾ വെഹിക്കിൾ സൂപ്പർവൈസറായിട്ടാണ് പൊൻകുന്നം ഡിപ്പോയിൽ യൂണിറ്റിൽ ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. സജീവിന് തൃശ്ശൂർ യൂണിറ്റിലേക്കും ജെയ്മോന് പുതുക്കാട് ഓപ്പറേറ്റിംഗ് സെന്ററിലേക്കുമാണ് ഇപ്പോൾ സ്ഥലം മാറ്റം നൽകിയിരിക്കുന്നത്. അതേസമയം ഈ ബസിന്റെ കണ്ടക്ടർ അദ്ദേഹം ബദലി അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വാക്കാലുള്ള നടപടി മാത്രമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം ഒരു മെക്കാനിക്കെതിരെയും ഉടൻ നടപടി ഉണ്ടാകുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും മന്ത്രി ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയതിൽ മന്ത്രിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ജനങ്ങൾ രംഗത്ത് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിന് ഉയരുകയും ചെയ്തു. പക്ഷേ ഇദ്ദേഹത്തെ അനുകൂലിക്കുന്ന നിലപാടും ഉണ്ടായിരുന്നു. റിജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.